പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന അഭിനവ നവോത്ഥാന ഫെമിനിസ്റ്റ് ഊച്ചാളികൾ എല്ലാവരും തന്നെ പൊതുവെ അവർ പ്രത്യേക തരം ആംഗിളിലോട്ട് നോക്കിയ കാര്യങ്ങൾ തീരുമാനിക്കണം. കേരളത്തിലെ ഒരു ബലാത്സംഗത്തിന് തീവ്രത അളവുകോലാക്കി എടുത്തിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവച്ചതിനെ തീവ്രതയുടെ അളവുകൾ കൊണ്ട് അളന്നു എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ഫെമിനിസ്റ്റുകളും നിങ്ങളെ ആരെയും സംരക്ഷിക്കാൻ വരില്ല. നിങ്ങൾ ഒരവൾക്കൊപ്പം ഇല്ല. നിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. നിങ്ങൾ നിറം നോക്കും, നിങ്ങൾ മതം നോക്കും, നിങ്ങൾ പീഡിപ്പിച്ചവൻ ആരെന്ന് നോക്കും, പീഡിപ്പിക്കപ്പെട്ടവൾ ആരെന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ടേ നിങ്ങൾ വാ തുറക്കുള്ളൂ. നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. വീണ്ടും 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 നമുക്ക് ഇത് തന്നെ പറയാനുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ ഏറ്റവും പ്രശസ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിലവിലെ പ്രസക്തമായ കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിൽ സമൂഹത്തിലെ ചിലർ നടത്തുന്ന പരാമർശങ്ങൾ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ശരി തന്നെ, അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ കാപട്യം കാണിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിൽ തന്നെ വഴിതിരിച്ചു വിടുന്ന അവരിൽ ചിലരൊക്കെ ചില പ്രത്യേക ആംഗിളിൽ കൂടെ മാത്രം ലോകത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. ആ ആംഗിളിലൂടെ തന്നെ നമ്മളും നോക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അവര് ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാതിരിക്കുകയും അവർ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുകയും അവർക്ക് വേണ്ടുന്ന റിസൾട്ട് നമ്മളിൽ നിന്നും കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ സമൂഹത്തെ മലീനസപ്പെടുത്താൻ നോക്കും, അല്ലെങ്കിൽ സമൂഹത്തെ പോലും അവർ തള്ളിപ്പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിലീപ് കേസ് തന്നെ നമുക്ക് എടുക്കാം. ഒരു വ്യക്തി ഒരു കേസിൽ പെടുന്നു, ജയിൽവാസം അനുഭവിക്കുന്നു, തുടർന്ന് കേസിന്റെ വിചാരണ നടക്കുന്നു. വിചാരണയ്ക്കൊടുവിൽ അയാൾ തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തുന്നു, അയാളെ പുറത്തു വിടുന്നു. നമുക്കെല്ലാവർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാവും. അയാള് രക്ഷപ്പെട്ടതായിരിക്കും, ശരിക്കും അയാൾക്ക് അതിൽ പങ്കുണ്ട്, പക്ഷെ അയാൾ രക്ഷപ്പെട്ടു, അയാൾ രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു, നമുക്ക് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാം. ഇതൊരു അഭിപ്രായം. കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കും, പുള്ളി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടാമത്തെ അഭിപ്രായം. ഇങ്ങനെ രണ്ട് അഭിപ്രായം എന്തായാലും വരും. അപ്പൊ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അയാൾ നിരപരാധിയായി വിട്ടു എന്നറിയുമ്പോൾ അയാളോട് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ പോലും തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി അവർ കളയും. മറ്റവരെന്ത് ചെയ്യും? പോരാ, അയാൾക്ക് പങ്കുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഇത് ഞങ്ങൾ കീഴ്ക്കോടതി അംഗീകരിക്കാത്ത തെളിവുകൾ മേൽക്കോടതി അംഗീകരിക്കും, ശരി എന്നാൽ നമുക്ക് കോടതി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോകും. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോടതി വിധി വന്നതിന് ശേഷം ആ വാദിഭാഗത്തിന് വേണ്ടി വാദിച്ച വക്കീൽ, സത്യത്തിൽ അവർ ജയിച്ചു, യഥാർത്ഥത്തിൽ ആ നടിയെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവർ സ്വയം കരുതുന്നു ഇവർ തോറ്റുപോയി, ഇവർ ആരെയോ ലക്ഷ്യം വെച്ചിരുന്നു, അയാൾ ശിക്ഷിക്കപ്പെട്ടില്ല, അതിന്റെ അർത്ഥം താൻ ഈ കേസ് തോറ്റുപോയി എന്ന് പറഞ്ഞ് മൈക്കും എടുത്തു വെച്ച് പൊതുജനത്തെ കൂട്ടി സംസാരിക്കുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയക്കാരുടെ പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, അവരുടെ ആ പേരിലുള്ള അഴിമതികൾ, ഇതെല്ലാം തന്നെ കോടതി അവരെ വെറുതെ വിട്ട് കഴിയുമ്പോൾ ഇവരെല്ലാം പുറത്തു വന്നിട്ട് സത്യം എന്താണെന്ന് തെളിഞ്ഞു, ഞാൻ നിരപരാധിയായി, കോടതിക്ക് എന്നെ മനസ്സിലായി എന്ന് പറയുമ്പോൾ ചിലർ പറയും അതൊന്നും അല്ല, താൻ തന്റെ സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടതാണ്, നമുക്കറിയാം, എന്നാലും പോട്ടെ എന്ന് പറയും. കുറെ പേര് പറയും അത് കോടതി അയാളെ ശിക്ഷിച്ചില്ല, അതുകൊണ്ട് 100% അയാൾ തെറ്റുകാരനല്ല എന്ന് പറയും. ഇതിനൊക്കെ പുറമെ നമ്മൾ ആ രാഷ്ട്രീയക്കാരന്റെ പുറകെ നാട്ടിൽ മുഴുവൻ മയക്കി വെച്ച് കെട്ടിയിട്ട് അയാൾ ശരിക്കും തെറ്റുകാരനാണ് എന്ന് പറഞ്ഞിട്ട് വാദിഭാഗം വക്കീൽ വാദിക്കുക, അവര് പുറത്തിറങ്ങിയിട്ട് ജനാധിപത്യം, ജനങ്ങൾ എന്താ ഇടപെടാത്തത്, ജുഡീഷ്യറിയിൽ ജനാധിപത്യം നോക്കണ്ടേ എന്നുള്ള ബ്ലണ്ടറുകൾ വിളിച്ചു പറയുക. ചാനലുകൾ മുഴുവൻ കയറി ഇരുന്നിട്ട് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ കോടതിയെ തെറി പറയുക, കോടതിയുടെ വിചാരണകളിൽ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് ഇവർ പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, പൊതുജനത്തെ കൂട്ടുക, പൊതുജനം അതിൽ ഇടപെട്ടുകൊണ്ട് കോടതിക്ക് തെറ്റുപറ്റിയാണ്, ഇയാൾ തെറ്റുകാരൻ തന്നെയാണ് എന്ന് കരുതിയിട്ട് ഒരുതരം ബഹിഷ്കരണ പ്രഖ്യാപനങ്ങൾ. ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ സത്യത്തിൽ ദിലീപ് കേസിൽ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു, അത് ദിലീപിനെതിരെ എന്ന് ദിലീപ് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതിനൊക്കെ ഇടയിലാണ് വിധിപ്പകർപ്പ് പുറത്തു വന്നത്. വിധിപ്പകർപ്പ് വായിച്ചവരാരും ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ കേസിൽ നടിയെ ആക്രമിച്ചവരെ ശിക്ഷിച്ചത് തന്നെ കോടതി കൃത്യമായി അനലൈസ് ചെയ്ത് തെളിവുകളുടെയും വാദിഭാഗത്തിന്റെ എല്ലാ ന്യായീകരണങ്ങളും കേട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള വിധിയാണ്. ഈ വാദിഭാഗത്തിന് ഒരു സ്ഥലത്ത് പോലും അക്യൂസ് നമ്പർ 1നെയും അക്യൂസ് നമ്പർ 8നെയും കണക്ട് ചെയ്യാനേ പറ്റാത്തതിന്റെ പരാജയവും അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ചില ഫെമിനിസ്റ്റുകൾ, അല്ലെങ്കിൽ അവർ സ്വയം വാദിക്കുന്ന ഒരു സ്ത്രീപക്ഷവാദികളാണ്. നമ്മുടെ രാഹുൽ ഈശ്വർ നടപ്പുണ്ടല്ലോ, മെൻസ് കമ്മീഷൻ ഉണ്ടാക്കി അടങ്ങുന്ന സ്ത്രീകളെ പൊതുവെ കാലാകാലങ്ങളായി തന്നെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം വരെ അതിക്രൂരമായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലായാലും ശരി, സാമൂഹിക വ്യവസ്ഥിതികളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ശരി, അടിച്ചമർത്തപ്പെട്ടിരുന്നു. പക്ഷെ അതിൽ നിന്നും എല്ലാം തന്നെ
ഇപ്പോൾ വളരെയധികം സ്ത്രീകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം പല സ്ത്രീകളും സ്വയം പര്യാപ്തരാവുകയും അവർ എങ്ങനെയാണ് സ്വയം പര്യാപ്തരാവുക എന്ന് പൊതുസമൂഹത്തെ പഠിപ്പിക്കുകയും എങ്ങനെയാണ് നമ്മൾ നാടിന്റെ മുഖ്യധാരയിലേക്ക് എത്തേണ്ടതും നമ്മൾ മുഖ്യധാരയിലെത്തി എന്താണ് നാടിന് നല്ലത് ചെയ്യേണ്ടതും എന്ന് കാണിച്ചുകൊണ്ട് ഒരുപാട് പേർ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന അഭിനവ നവോത്ഥാന ഫെമിനിസ്റ്റ് ഊച്ചാളികൾ എല്ലാവരും തന്നെ പൊതുവെ അവർ പ്രത്യേക തരം ആംഗിളിലോട്ട് നോക്കിയ കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ ഏതെങ്കിലും സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഇവരാരെങ്കിലും വരുമോ എന്ന്. കാരണം ഇവർക്കെല്ലാം പ്രത്യേക തരം രാഷ്ട്രീയമുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും പീഡിപ്പിക്കുകയോ നിങ്ങളുടെ മേൽ കൈവയ്ക്കുകയോ ചെയ്താൽ അവരവിടെ തീവ്രത ഇളക്കും. കേരളത്തിലെ ഒരു ബലാത്സംഗത്തിന് തീവ്രത അളവുകോലാക്കി എടുത്തിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശ്രീ ബാലൻ, ശ്രീമതി ടീച്ചർ, ഇവർ രണ്ടുപേരും ഇത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരാൾ കൈവെക്കുന്നതിന് തീവ്രത നോക്കി എന്നുണ്ടെങ്കിൽ ആ തീവ്രത നോക്കിയതിനെ തിരിഞ്ഞു നിന്ന് വെല്ലുവിളിക്കാൻ എന്ത് അധികാരത്തിലാണ് ശ്രീമതി ടീച്ചറും അതുപോലെ ശ്രീ ബാലൻ സാറും എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവച്ചതിനെ തീവ്രതയുടെ അളവുകൾ കൊണ്ട് അളന്നു എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ഫെമിനിസ്റ്റുകളും നിങ്ങളെ ആരെയും സംരക്ഷിക്കാൻ വരില്ല. അതുപോലെ തന്നെ ഇവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. വേടൻ എന്ന് പറയുന്ന വ്യക്തി, സത്യം പറഞ്ഞാൽ ഈ ദിലീപിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ തെറി ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന വേടനാണ്. അവന്റെ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ അയാളുടെ കയ്യിലിരിപ്പിനോ അദ്ദേഹം 1, 2, 3 പെണ്ണുങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിൽ കൂടുതൽ പെണ്ണുങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇവർ 3 പേരും ധൈര്യസമേതം കേസ് കൊടുത്തു. ഇങ്ങനെ നിലവിൽ കേസുള്ള, നേരിട്ട് കുറ്റത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഈ വ്യക്തിയെ ന്യായീകരിക്കുകയും വ്യക്തിക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്ന അതേ ആൾക്കാർ മറ്റൊരു സ്ത്രീയുടെ മാനത്തിന് വിലയിട്ടു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് ഇവർ പറയുന്ന ഒരു വ്യക്തി, നേരിട്ട് ഒരു ബന്ധമില്ല. സത്യത്തിൽ ഇവർ ആഗ്രഹിച്ച എന്താ അറിയോ, നമ്മുടെ നടിയുടെ വക്കീൽ പറഞ്ഞ കണക്ക് ദിലീപ് പീഡിപ്പിച്ചിരുന്നെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവർ കരുതുന്നത് എന്താ, വേടൻ നേരിട്ടല്ലേ പീഡനം നടത്തിയത്, അതുകൊണ്ട് വേടന്റെ കേസ് വേറെ എന്ന് പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ടില്ലേ, വേടന്റെ കേസ് വേറെ. അതെന്താ, വേടൻ എന്ന് പറയുന്നത് നേരിട്ട് ബലാത്സംഗം ചെയ്ത ആളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നത് 100% തെളിയിക്കപ്പെടാതെ പോവുകയും വിധിപ്പകർപ്പ് വന്നതിൽ തന്നെ ഇതൊരു 100% കെട്ടിച്ചമച്ചതാണെന്ന് പൊതുജനത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും ഇവിടെ കിടന്ന് കടിച്ചു തൂകുന്നതിന്റെ ആവശ്യകത എന്താണ്? കോടതിയുടെ വാദങ്ങളോ കോടതിക്കുള്ളിൽ നടന്ന വാദപ്രതിവാദങ്ങളോ ഒന്നിനെയും തന്നെ കണക്കിലെടുക്കാതെ നിങ്ങൾ ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിൽ വിചാരണ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 3.5 കോടി ജനം കിടക്കുന്ന ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഈ 4, 3, 7 എണ്ണത്തിന്റെ വാക്കുകളുടെ ബലത്തിലല്ല നിൽക്കുന്നത്. അതിന് തെളിവാണ് നിലവിൽ ആ നടന്ന റിലീസാകാൻ പോകുന്ന ചിത്രത്തിന് കിട്ടിയിട്ടുള്ള പ്രീ ബുക്കിംഗ് ഹൈപ്പ്. സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ദിലീപിന്റെ ഒരു സിനിമ പോലും FDF ഒന്നും കാണാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ തിയേറ്ററിൽ പോയിട്ട് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദിലീപിന്റെ രാമലീലയായിരിക്കും ഞാൻ അവസാനമായി തിയേറ്ററിൽ പോയി കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പല സിനിമകളുടെ അഭിപ്രായങ്ങൾ മോശമായതുകൊണ്ട് ഞാൻ പോകാതിരുന്നിട്ടേ ഉള്ളൂ. അല്ലാതെ അയാളുടെ സിനിമയോട് അങ്ങനെ ഒരു ബഹിഷ്കരണം എനിക്കില്ലായിരുന്നു. ഇനി ഇപ്പോൾ നിലവിൽ ഇറങ്ങാൻ പോകുന്ന ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ എന്ത് തന്നെ ആയാലും ശരി കുടുംബസമേതം പോയി കാണാം എന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൽ അയാളുടെ പടം ഇട്ടതിന് ഇവരെന്താ കോലാഹലം. ബസ്സിൽ ഈ വഷളന്റെ പടം, ആ ചേച്ചി ആരാന്ന് ഇപ്പൊ ലോകം തിരിച്ചറിഞ്ഞു. പുള്ളിക്കാരി നമ്മുടെ വേടന്റെ ഒരു ഡൈഹാർഡ് ഫാനാണെന്ന് തോന്നുന്നു. വേടൻ നേരിട്ട് ബലാത്സംഗം ചെയ്തതുപോലെ ദിലീപ് ബലാത്സംഗം ചെയ്യാത്തത് പുള്ളിക്കാരിക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് വഷളൻ. സത്യം പറഞ്ഞാൽ വഷളത്തരം അതല്ലേ? ഒരു പെൺകുട്ടിയെ കൊട്ടേഷൻ കൊടുക്കുന്നതിന് വരെ തനിക്ക് പോയി ബലാത്സംഗം ചെയ്തുകൂടായിരുന്നോ എന്നാണോ മേഡം ഉദ്ദേശിക്കുന്നത്? അതുപോലെ വേറൊരാള്, ഏതാ ഈ കുട്ടിയൊക്കെ ഞാൻ ഇടക്കിടക്കൊക്കെ കണ്ടിട്ടുണ്ട്, പേരൊക്കെ എനിക്കറിയാം. എന്നാലും മോഹൻലാൽ എന്ത് കണ്ടിട്ട് ആ സിനിമയിൽ അഭിനയിച്ചു? അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവര് സ്ത്രീകൾക്ക് വേണ്ടി വരും, ഇവർ ഭയങ്കര ആക്ടിവിസ്റ്റ് ആണ്, ഇവർ ഫെമിനിസ്റ്റ് ആണ്, എന്താ പോരാട്ടങ്ങൾ നടത്താൻ തൻ്റെ ഇടമുള്ള ഒരാളാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന വേടന്റെ പരിപാടിയിൽ പോകും, വേടനെ വീട്ടിൽ വിളിക്കും, വേടന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കും, വേടൻ. അവിടെ ആ പെൺകുട്ടിയാണ് തെറ്റുകാര്, അതും ഒരു വിക്ടിമല്ലേ? അപ്പൊ ഇവർ പറയുന്ന ഒരു വൃത്തികെട്ട ന്യായം, അതായത് ആ പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയാണ്. ഇവർ ആദ്യമേ ആ പെൺകുട്ടി കൊടുത്ത പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ തള്ളിയിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. പിന്നീടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞ് അവളെ നന്നായിട്ട് ഉപയോഗിക്കുകയും അവളുടെ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇതുപോലെ ബന്ധം, ഈസ് എ വുമണൈസർ എന്ന് വേണമെങ്കിൽ ആ പരാതിയിലൂടെ നമുക്ക് കണക്കൂട്ടാം. ഒരു പക്ക പെണ്ണുപിടിയൻ. ഇങ്ങനെ വുമണൈസർ ആയിട്ട് നടക്കുന്ന ഒരാൾ അയാൾ എന്നെ ശരിക്കും ചതിക്കുകയായിരുന്നു, എന്നെ വിവാഹ വാഗ്ദാനം നൽകി അവർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസ വഞ്ചനയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടി തെറ്റുകാരിയാവുകയും
സമൂഹത്തിൽ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഈ വേടനാൽ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടി സമൂഹത്തിൽ തെറ്റുകാരിയായി ചിത്രീകരിക്കുകയും അതുപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിനെ തീവ്രതയുടെ അളവുകൾ കൊണ്ട് അളക്കുന്ന രാഷ്ട്രീയത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നട്ടെല്ല് നിവർത്തി നിന്ന് സ്ത്രീയുടെ ശരീരം നിങ്ങൾക്ക് തീവ്രതയുടെ അളവുകൾ വെച്ച് നോക്കി പീഡിപ്പിക്കാനുള്ളതല്ല എന്ന് പറയാൻ നട്ടല്ലില്ലാത്ത ഈ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം വാദിക്കുന്ന, ഫെമിനിസം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാത്ത ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തെ ബോധവത്കരിക്കാൻ വന്നിരിക്കുന്നത്? ഇവരുടെ ന്യായീകരണങ്ങൾ ഇന്നേ വരെ ഇവരാരെങ്കിലും മുകേഷിന്റെ എതിരെ കേസില്ലേ? ഇവർക്കൊക്കെ എതിരെ കേസില്ലേ? പി കെ ശശി ഇവർക്കെതിരെ കേസില്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയത്തെ ബഹിഷ്കരിക്കാൻ തയ്യാറുണ്ടോ? ഇവരെവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി കാണുമ്പോൾ ഈ കൊടി ഈ പരിസരത്ത് കെട്ടാൻ പറ്റില്ല, ഈ വഷളന്മാരെ കൊടിയാണോ എന്ന് ആ കുട്ടി ചോദിക്കൂ? അങ്ങനെ ചോദിച്ചാൽ ചേച്ചി ബാക്കിയുണ്ടാവോ? അപ്പോ ഉള്ളിൽ നിറയെ ഭയവും പ്രത്യേക ചേരിതിരിവും നിങ്ങളുടെ മനസ്സിൽ തന്നെ പ്രത്യേക തരത്തിലുള്ള ആൾക്കാരോട് വേണ്ടി മാത്രം തോന്നുന്ന പകയുമെല്ലാം എന്ത് ഫെമിനിസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇവിടെ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ കറക്ക് കമ്പനിയിലെ കളി കളിക്കുന്നത്? എന്നിട്ടും കേസ് ദിലീപിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്കെതിരെ അതിലും ഭീകരമായ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ ഒരു കേസ് കഴിഞ്ഞ് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് മീഡിയ ഉൾപ്പെടെയുള്ള ഊളകൾ, നിങ്ങൾ മീഡിയാസിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ, നമ്മുടെ മഹാനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ ജീവിതത്തെ എഴുതി നശിപ്പിച്ചിട്ട് ഈ രാജ്യത്തിനെ 20 വർഷം പിന്നിലോട്ട് അടിച്ചത് നിങ്ങളുടെ പഴയ ചില മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള സമൂഹത്തിൽ അവർക്കെതിരെ ഉണ്ടാക്കിയ വെറുപ്പ്. ഒരു തവണ പോലും നിങ്ങൾ അതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇതൊക്കെ കോടതിയാണ് ഒരു വ്യക്തിയെ തീരുമാനിക്കാനുള്ളതല്ലാതെ നമ്മൾ ആരും അല്ല എന്നൊരു ബോധ്യം പോലും ഇല്ലാതെ ആ മനുഷ്യനെ നിങ്ങൾ പിച്ച് ചീന്തി. എത്ര വർഷങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് കാര്യം? അന്ന് നമ്മൾ നേടേണ്ടിയിരുന്ന ശാസ്ത്ര വളർച്ചയിൽ നിന്നു ആ മനുഷ്യന്റെ ജീവിതവും നശിപ്പിച്ചു, അവരുടെ കുടുംബവും നശിപ്പിച്ചു, എന്തോരം ദേഹോദ്രവങ്ങൾ ഏറ്റുവേടി, എന്തോരം ഉപദ്രവങ്ങൾ അവരെ ഏറ്റുപിടിച്ചു, സമൂഹം അവരെ കല്ലെറിയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ച ഇത്രയും വൃത്തികെട്ട ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട് എന്ന് കൂടി മാധ്യമങ്ങൾ ആലോചിക്കണം. കൂടാതെ നിങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള 24 ന്യൂസ് ചാനലും അതുപോലെ റിപ്പോർട്ടർ ചാനലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയിരുന്നല്ലോ. അതാ 24ന്റെ ശ്രീകണ്ഠൻ നായരെയും മകനും ബാർക്ക് റേറ്റിംഗ് കോഴ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, കേസെടുക്കാൻ പോകുന്നു, ബഹളം. ഇപ്പുറത്ത് അറസ്റ്റും ചെയ്തു. മരമുറി ചാനലിനെ അറസ്റ്റ് ചെയ്യുന്നു, വീണ്ടും അവർക്കെതിരെ കേസ് വരുന്നു. ഇതിൻ്റെ ഇടയിൽ മരമുറി ചാനൽ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഓണറോ ആരാണ് അയാൾ, ആന്റോ അഗസ്റ്റിൻ, പുള്ളി സ്വന്തം ചാനലിന് തന്നെ ഇന്റർവ്യൂ കൊടുത്ത് പുള്ളി എന്നെ അങ്ങ് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ കള്ളക്കൂട്ടങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതൊന്നും ചർച്ചയ്ക്കെടുക്കാതെ ഇവരെല്ലാരും വലിയ പുണ്യാളച്ചന്മാരായിട്ട് ചാനലിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കണേ. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന 3, 4, 7 എണ്ണം അല്ല ഈ കേരളം എന്നതും 3-3.5 കോടി ജനം കിടക്കുന്ന കേരളമാണ് എന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ട് മനസ്സിലാവും. ഇതാ മനുഷ്യൻ പോകുന്നിടത്തുള്ള അയാളുടെ ജനപ്രീതി തന്നെയാണ്. ഞങ്ങളിൽ പല ആൾക്കാരും പണ്ടേ പറഞ്ഞിട്ട് 100% ഇയാൾക്ക് പങ്കില്ലാത്ത ഒരു കേസാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് എന്തൊരു കെട്ടിച്ചമയ്ക്കലാണ് ഇത്. പക്ഷെ എന്താ, പുള്ളിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണവും സ്വാധീനവും ഉണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ കേരളത്തിലെ ഒരു മീഡിയ പോലും അയാളുടെ കൂടെ ഇല്ല. കേരളത്തിൽ അറിയപ്പെടുന്ന പല വ്യക്തികളും രാഷ്ട്രീയക്കാർ പോലും, ഒരു പക്ഷെ അടൂർ പ്രകാശ് പോലും ആ ദിലീപിന് അയാളതിൽ രക്ഷപ്പെട്ടതിൽ സന്തോഷമുണ്ടോ അങ്ങനെ എന്തൊരു അഭിപ്രായം പറഞ്ഞതിന് അയാളെ ക്രൂശിക്കാൻ ഒന്നുമില്ല. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെയാണെന്നൊന്നും അർത്ഥമില്ല. ഞങ്ങളും ഒക്കെ അവർക്കൊപ്പമാണ്. അവർ അനുഭവിച്ച വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയും. ഞങ്ങൾക്കെല്ലാം അമ്മയും പെങ്ങളും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്ക് അച്ഛനും സഹോദരന്മാരും ഉണ്ട്. ഇതുപോലുള്ള കള്ളക്കേസിലോ ഇതുപോലുള്ള ഉടായ്പിലോ അവരെ പെട്ടുപോയാൽ അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കും ഉണ്ട്. അല്ലാതെ നിങ്ങൾ കുറച്ചുപേര് തീരുമാനിക്കുന്നതല്ല കേരളത്തിലെ കാര്യങ്ങൾ എന്നുകൂടി മനസ്സിലാക്കുക. സംഗതി ദിലീപിന് ഭയങ്കര സ്വാധീനമാണ്, പണം കൊടുത്ത് സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണവും അയാൾക്കെതിരെയാണ് താനും. എന്നാൽ ഈ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു മേഡം, പിന്നെ ഏതോ ഒരു സീതാലക്ഷ്മി, പിന്നെ ഇതുപോലെ ലാൽ മീഡിയയുമായി ബന്ധപ്പെട്ട ഇതുങ്ങളെ ഒന്നും തൊടാൻ പോലും തയ്യാറാകാത്ത പോലീസ്, കോടതിയിൽ അത്തരം കാര്യങ്ങൾ ജഡ്ജി ചോദിച്ചിട്ട് പ്രോസിക്യൂഷൻ ഒന്നും പറയാനില്ല എന്ന് കൂടി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയല്ലേ ഈ കയറി ഇരുന്നിട്ട് സ്ത്രീപക്ഷം അവൾക്കൊപ്പം എന്നുള്ള ഉടായ്പിലൂടെ. നിങ്ങൾ ഒരു അവൾക്കൊപ്പവും ഇല്ല. നിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകം അജണ്ടയുണ്ട്. നിങ്ങൾ നിറം നോക്കും, നിങ്ങൾ മതം നോക്കും, നിങ്ങൾ പീഡിപ്പിച്ചവൻ ആരെന്ന് നോക്കും, പീഡിപ്പിക്കപ്പെട്ടവൾ ആരെന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ടേ നിങ്ങൾ വാ തുറക്കുള്ളൂ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എനിക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്.